പശ്ചിമേഷ്യയിൽ യുദ്ധം ആളിപ്പടരുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ യുഎഇയിലേക്കാണ്. സാമ്പത്തികമായി ഏറെ കരുത്തരായ യുഎഇ പോലും ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് അഥവാ സാമ്പത്തിക സുരക്ഷാ കവചം ഒരുക്കാൻ അമേരിക്കയുടെ സഹായം തേടിയിരിക്കുകയാണ്. എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം? യുദ്ധം യുഎഇയുടെ സാമ്പത്തിക അടിത്തറയെ ഇളക്കിയോ? പരിശോധിക്കാം. ഗൾഫ് മേഖലയിലെ സാമ്പത്തിക തലസ്ഥാനവും അതുപോലെ ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രവുമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന കടുത്തൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോഴും അവസാനമില്ലാതെ തുടരുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ സമാധാനത്തെ മാത്രമല്ല, അത് സാമ്പത്തിക അടിത്തറയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായിട്ട് അമേരിക്കയുടെ സാമ്പത്തിക സഹായം തേടി യുഎഇ രംഗത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം മൂലം ഉണ്ടായേക്കാവുന്ന വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ നേരിടാൻ ഒരു സാമ്പത്തിക സുരക്ഷാ കവചം, ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് ഒരുക്കുന്നതിനെ കുറിച്ച് യുഎഇയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ യുഎഇ ഇത്തരമൊരു നീക്കത്തിന് തുനിയുന്നത് മേഖലയിലെ സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വാഷിംഗ്ടണിൽ കഴിഞ്ഞയാഴ്ച നടന്ന ഉന്നതതല യോഗങ്ങളിലാണ് യുഎഇ സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ബാലാമ ഈ വിഷയം ഉന്നയിച്ചത്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകളിൽ കറൻസി സ്വാപ്പ് ലൈൻ എന്ന ആശയമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. ലളിതമായിട്ട് പറഞ്ഞാൽ, പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ആഘാതങ്ങൾ നേരിടാൻ US ഡോളർ ലഭ്യമാക്കുന്ന ഒരു അടിയന്തര ക്രെഡിറ്റ് സംവിധാനമാണിത്. യുഎഇയുടെ സമ്പദ് വ്യവസ്ഥ നിലവിൽ തകർച്ചയിലാണ് എന്ന് ഇതിനർത്ഥമില്ല എങ്കിലും യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും വിദേശ നാണയ ശേഖരത്തിൽ കുറവുണ്ടാകാതെ നോക്കാനും ഇത്തരം മുൻകരുതലുകൾ അനിവാര്യമാണ് എന്ന് എമിറാത്തി അധികൃതർ കരുതുന്നു. ഇതൊരു ഔദ്യോഗിക അഭ്യർത്ഥനയല്ല, മറിച്ചൊരു മുൻകൂർ പ്ലാനിംഗ് മാത്രമാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വിപണിയിലെ ആശങ്കകൾ കുറയ്ക്കാൻ ഇത്തരമൊരു നീക്കം സഹായിക്കും. യുദ്ധം യുഎഇയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ലോകത്തെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമെന്ന നിലയിൽ ഈ പാതയിൽ ഉണ്ടാകുന്ന ഏത് തടസ്സവും യുഎഇയിലേക്കുള്ള ഡോളർ വരവിനെ നേരിട്ട് ബാധിക്കും. ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും കടൽപാതയിലെ ഉപരോധങ്ങളും യുഎഇയുടെ എണ്ണ കയറ്റുമതിയെയും അതുപോലെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഇതര മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയെങ്കിലും ഇന്ധന വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനമാണ് ഇപ്പോഴും രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത മൂലം എണ്ണ വിതരണ ശൃംഖലയിൽ ഉണ്ടായ വിള്ളലുകൾ രാജ്യത്തെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിന് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ യുഎഇ നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണി രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ്. യുഎഇയുടെ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് പ്രകാരം യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 2800-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് രാജ്യത്തെ ലക്ഷ്യം വെച്ച് എത്തിയത് എന്നാണ്. ഇത്തരം ആക്രമണങ്ങൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആഗോള നിക്ഷേപകരുടെ വിശ്വാസം തകർക്കാൻ ഇത് കാരണമാകും. ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, വിദേശ നിക്ഷേപം എന്നിവയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക്ക് അസ്ഥിരത എന്ന് പറയുന്നത് വലിയൊരു ശാപമാണ്. അതിനാൽ തന്നെ സൈനികമായ പ്രതിരോധത്തിനൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു പ്രതിരോധ കവചം കൂടി വേണമെന്ന് യുഎഇ ഭരണകൂടം ആഗ്രഹിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തിന്റെ ആഭ്യന്തര വികസനത്തിലും സുരക്ഷയിലും വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശമാണ് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ യാസദ് അൽ നഹ്യാൻ നൽകുന്നത്. ഫുജൈറ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖിയുമായും അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ ദേശീയ മുൻഗണനകളെക്കുറിച്ചും ജനക്ഷേമത്തെക്കുറിച്ചും ദീർഘമായി ചർച്ച ചെയ്തിരുന്നു. ഫുജൈറ തുറമുഖത്തെ പ്രവർത്തനങ്ങൾ അവർ നേരിട്ട് വിലയിരുത്തുകയുണ്ടായി. യുഎഇയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഫുജൈറ തുറമുഖം തന്ത്രപ്രധാനമായ ഒരു ആസ്തിയാണ്. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ യുദ്ധ സാഹചര്യത്തിൽ എണ്ണ കയറ്റുമതിയും അന്താരാഷ്ട്ര വ്യാപാരത്തിനും ഈ ഒരു തുറമുഖം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ബിസിനസ് തുടർച്ചയും അതുപോലെ പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കുന്നതിലൂടെ ആഗോള വ്യാപാര ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം സംരക്ഷിക്കാൻ കഴിയുമെന്ന് യുഎഇ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം തേടുന്നത് യുഎഇയെ സംബന്ധിച്ചിടത്തോളം ചില രാഷ്ട്രീയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു സാമ്പത്തിക നയം പിന്തുടരുന്ന രാജ്യമെന്ന നിലയിൽ മറ്റൊരു ശക്തിയുടെ സാമ്പത്തിക താങ്ങ് തേടുന്നത് തങ്ങളുടെ കരുത്തിന് മങ്ങലേൽപ്പിക്കുമോ എന്ന ചിന്തയും ചില കോണുകളിൽ നിന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലും ആഗോള സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ ഒരു രാജ്യത്തിന്റെ തകർച്ചയുടെ ലക്ഷണമായിട്ടല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്തും കോവിഡ് മഹാമാരിയുടെ കാലത്തും പല പ്രമുഖ രാജ്യങ്ങളും ഇത്തരം സ്വാപ്പ് ലൈനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. യുഎഇയുടെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ മറ്റു രാഷ്ട്രങ്ങളെയും സമാനമായ തീരുമാനങ്ങളിലേക്ക് പ്രേരിപ്പിച്ചേക്കാം. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ എണ്ണ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും ഇത്തരം സുരക്ഷാ മാർഗങ്ങൾ തേടേണ്ടി വരും. യുഎഇ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങളുടെ ക്ഷേമമാണ് ഏതൊരു നയതന്ത്രത്തിന്റെയും കേന്ദ്രബിന്ദു. യുദ്ധം സാധാരണക്കാരുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളെയും ബാധിക്കാതിരിക്കാൻ
ഭരണാധികാരികൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന യാഥാർത്ഥ്യമാണ് ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം വീട്ടുവാതിക്കലെത്തി നിൽക്കുമ്പോഴും പതറാതെ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UAE. ഏപ്രിൽ 22-ന് അവസാനിക്കുന്ന വെടിനിർത്തൽ കാലാവധിക്ക് ശേഷം കാര്യങ്ങൾ എങ്ങനെ മറിയുമെന്ന് ആർക്കും അറിയില്ല. എങ്കിലും സാമ്പത്തിക സുരക്ഷാ കവചം ഒരുക്കുന്നതിലൂടെ ഒരു വലിയ ആപത്തിനെ മുൻകൂട്ടി തടയാൻ UAEക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.